ഭരതൻ ഉടൻ തന്നെ കാഷായ വസ്ത്രം ധരിച്ച് സന്യാസവേഷം പൂണ്ട് വനത്തിലേക്ക് തിരിച്ചു. ശത്രുഘ്നൻ ജ്യേഷ്ഠനെ അനുഗമിച്ചു. വസിഷ്ഠനും തയ്യാറായി. ഈ യാത്രാവാർത്ത രാജധാനിയിലും നഗരത്തിലും പരന്നു. ജനങ്ങൾ അവരെ അനുഗമിച്ചു. ഒരു തേരിൽ അരുന്ധതിയും വസിഷ്ഠനും മുന്നിൽ, മറ്റൊരു തേരിൽ കൗസല്യയും സുമിത്രയും രണ്ടാമത്, കാൽനടയായി ഭരതനും ശത്രുഘ്നനും മൂന്നാമത്, പൗരാവലി പിന്നിൽ. ഇങ്ങനെ ആ മഹായാത്ര ആരംഭിച്ചു. ആ മഹാസംഘം ഗംഗാതീരത്തിലെത്തി. ചാരന്മാർ മുഖാന്തിരം ഘോഷയാത്രാ വിവരണമറിഞ്ഞ ഗുഹൻ അമംഗളാശങ്ക നിമിത്തം വേഷപ്രച്ഛന്നനായി വന്ന് ഭരതകുമാരനുമായി പരിചയിച്ച് ദുശങ്ക പരിഹരിച്ച് അവരെ ഗംഗ അക്കരെ കടത്തി ശ്രീരാമസന്നിധിയിലേക്ക് വഴി കാണിച്ച് കൊണ്ടുപോയി. ചിത്രകൂട പർവ്വതത്തിന്റെ സമീപത്തു ചെന്നപ്പോൾ ജനങ്ങളെ അവിടെ നിർത്തിയ ശേഷം ഭരത ശത്രുഘ്നന്മാരും അരുന്ധതി വസിഷ്ഠന്മാരും കൗസല്യ സുമിത്രമാരും മാത്രം രാമാശ്രമത്തിലേക്ക് പ്രവേശിച്ചു. അച്ഛന്റെ ചരമവൃത്താന്തമറിഞ്ഞ് രാമാദികൾ വിലപിച്ചു. വസിഷ്ഠന്റെ പൗരോഹിത്യത്തിൽ പരേതനായ പിതാവിനു വേണ്ട കർമ്മങ്ങൾ കാനന സാധകമായ രീതിയിൽ രാമാദികൾ നിറവേറ്റി. അതിന്റെ ശേഷം ഭരതനും ശ്രീരാമനും തമ്മിൽ സംഭാഷണം നടത്തി. 14 വർഷം കഴിയാതെ താൻ നാട്ടിലേക്ക് തിരികെ വരികയില്ലെന്നും അതുവരെ ഭരതൻ രാജ്യം ഭരിക്കണമെന്നും ശ്രീരാമൻ ശഠിച്ചു. 14 വർഷം തികയുമ്പോൾ തിരിച്ചു വരാത്ത പക്ഷം താൻ അഗ്നിപ്രവേശം ചെയ്യുമെന്ന് ഭരതൻ പ്രതിജ്ഞ ചെയ്തു. ശ്രീരാമൻ തന്റെ പാദുകങ്ങൾ രണ്ടും ഭരതനെ ഏൽപ്പിച്ചു. പരമഭക്തിയോടുകൂടി അവയെ സ്വീകരിച്ച് ശിരസിൽ വെച്ച് ഭരതൻ യാത്രാനുവാദവും വാങ്ങി തിരികെ പോന്നു. ശ്രീരാമ സാന്നിധ്യമില്ലാത്തതിനാൽ ശൂന്യവും കൈകേയി സഹവാസത്താൽ നിന്ദ്യവുമായ രാജസന്നിധിയിൽ പ്രവേശിക്കാതെ ശ്രീരാമഭക്തനായ ഭരതൻ രാജധാനിയുടെ സമീപത്തുള്ള നന്ദി ഗ്രാമത്തിൽ പാദുകങ്ങൾ രണ്ടും പ്രതിഷ്ഠിച്ച് അവിടെ വസിച്ചുകൊണ്ട് രാജ്യഭരണം നടത്തി.